ഈ വീഡിയോയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രാശിചക്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 26ാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. കരിമ്പന വൃക്ഷവും ആകാശം ഭൂതവും പശു മൃഗവും പക്ഷി മയിലുമാണ്. ദേവത അഗ്നിബുദ്ധ്യനാണ്. സ്ത്രീയോനി നക്ഷത്രമാണ്. നക്ഷത്രനാഥൻ ശനിയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പൊതുവായ ചില സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള വ്യക്തിത്വമുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. എല്ലായ്പ്പോഴും പ്രസന്നമായതും പുഞ്ചിരിക്കുന്നതുമായ മുഖം ഒരിക്കൽ കാണുന്ന ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. ഇവർ പരിശുദ്ധമായ ഹൃദയത്തിനുടമകളും സത്യസന്ധരും എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിവുള്ളവരും അതിലേക്കുള്ള വിശാലമായ മനസ്സുള്ളവരുമാണ്. ഈ നക്ഷത്രക്കാരെ സ്നേഹിക്കുന്നവർക്കായി ഇവർ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. ഇവർക്ക് ആരെയും വേദനിപ്പിക്കാനോ ചതിക്കാനോ കഴിയില്ല. അത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജാതി മത വ്യത്യാസമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഇവർ കാണിക്കുന്ന സ്നേഹം ഒരുപക്ഷെ കാണുന്നവർക്ക് പോലും അസൂയ ഉണ്ടാക്കുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു സവിശേഷ ഗുണമായി പറയാവുന്നത് ഇവരുടെ വ്യക്തിത്വമാണ്. എല്ലാ കാര്യങ്ങളിലും ആവശ്യം വേണ്ടുന്ന അറിവുള്ളവരും നല്ല രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിയുള്ളവരും ആരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ളവരുമാണ്. നന്നായി സംസാരിക്കുവാൻ കഴിവുള്ളവരുമാണ്. പൊതുജന മധ്യത്തിലോ അഭിഭാഷകനായിട്ടോ പ്രാസംഗികനായിട്ടോ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും. മാത്രമല്ല, അധ്യാപകനായിട്ടും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. കാരണം ഇവർ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. നല്ല സാമർഥ്യമുള്ള ഇവർ നല്ല വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കും. ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ചില തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടായാൽ പോലും ഇവരോട് സംസാരിക്കുമ്പോൾ തനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണ് എന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അത്രയും ബുദ്ധിപരമായി അറിവുകൾ നേടിയെടുക്കാനും വിദ്യാഭ്യാസമുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറാനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവർക്ക് സയൻസ്, ഫിലോസഫി, നിഗൂഢ വിഷയങ്ങൾ എന്നിവയിൽ അഗാധമായ അറിവുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആ മേഖലയിലും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഉന്നതരിൽ നിന്നും ആദരവും സ്നേഹവും സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല, സാഹിത്യത്തിലും വാസനയുള്ളവരായിരിക്കാനാണ് സാധ്യത. കഥ, കവിത, ലേഖനം, സഞ്ചാര സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവരും അതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതുന്നവരും ഗഹനമായ രീതിയിൽ പഠിക്കുന്നവരും അതിനുള്ള അർഹമായ രീതിയിലുള്ള അംഗീകാരങ്ങൾ, അവാർഡുകൾ എന്നിവ ലഭിക്കാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. മാത്രമല്ല, മറ്റുള്ള കലകളിലും, അതായത് പാട്ട്, നൃത്തം തുടങ്ങിയ കലകളിലും താല്പര്യമുള്ളവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇവരുടെ അസാധാരണമായ കഴിവും നൈപുണ്യവും കൊണ്ട് ഇവർ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല, സമൂഹത്തിൽ ഒരു പണ്ഡിതനായി അറിയപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു സവിശേഷ ഗുണമായി പറയാവുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ്. അത്രത്തോളം ദയയും കാരുണ്യവും മഹാമനസ്കതയും ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ആർക്കു വേണ്ടിയും എന്ത് സഹായവും ചെയ്യുവാൻ തയ്യാറുള്ളവരാണ്. അതിപ്പോൾ ബന്ധുക്കളാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും. ബന്ധുജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെ ഇവർക്കുണ്ട്. അതിൽ അഭിമാനിക്കുന്നവരുമാണ്. എന്നാൽ ഇവർ ചെയ്യുന്ന സഹായങ്ങൾ സ്വീകരിക്കുന്നവർക്ക് തിരിച്ച് ഇവരോടുള്ള സമീപനം ചിലപ്പോൾ മോശമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇവർ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ എന്തെങ്കിലും പിണക്കമോ പരിഭവമോ ദേഷ്യമോ ഇവർക്ക് തോന്നുമെങ്കിലും ഒരുപക്ഷെ അത് പ്രകടിപ്പിച്ചാൽ പോലും അത് അധികകാലം ഈ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരല്ല. അത്രയും സോഫ്റ്റായിട്ടുള്ള ഹൃദയത്തിനുടമകളാണ്. എന്നാൽ ഇവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ തക്കതായ രീതിയിൽ പ്രതികരിക്കാനും ഇവർ മടി കാണിക്കാറില്ല എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നക്ഷത്രക്കാർ അവരുടെ കർമ്മത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗത്തിലുള്ളവരോ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരോ എന്താണെങ്കിലും ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരാണ്. അതിൽ വിജയം കാണുന്നതുവരെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാജയം വന്നാൽ പോലും അതിൽ ഇവർ അസ്വസ്ഥരാവുകയുമില്ല. കഠിനാധ്വാനം വേണ്ടി വന്നാൽ അതും പൂർണ്ണ മനസ്സോടെ ഇവർ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുമാണ്. അത് ഇവരുടെ ജീവിതത്തിലുടനീളം
കാണാൻ സാധിക്കും. ഇവർ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതു കാര്യം ഏറ്റെടുക്കുന്നതിന് മുമ്പും പലവട്ടം ആലോചിച്ച ശേഷമേ അതിലേക്ക് പ്രവേശിക്കാവൂ. കാരണം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് വേഗത കൂടിയിരിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർ എത്ര ധൈര്യമുള്ളവരാണെന്ന് പറഞ്ഞാലും തൻ്റെ കർമ്മമേഖലയിൽ ചില സന്ദർഭങ്ങളിൽ ധൈര്യക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത, വിഷയാസക്തിയുള്ളവരല്ല. ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇവരെ കീഴടക്കുകയുമില്ല. എന്നാൽ എല്ലാ കാര്യത്തിലും ഇഷ്ടമുള്ളവരുമാണ്. ഇവർക്ക് ഒന്നിലധികം പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ മാതാപിതാക്കളോട് സ്നേഹവും ആദരവും ഭയഭക്തി ബഹുമാനവും ധാരാളമായിട്ടുള്ളവരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ചിലർക്ക് അച്ഛനോട് സ്നേഹം കൂടിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അച്ഛനെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായും കാണാറുണ്ട്. ഇവർ ഈശ്വര വിശ്വാസികളായിരിക്കും. മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെതായ ഗൗരവത്തോടെ കാണാനും പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവർക്ക് സുഹൃത്തുക്കളുണ്ടാകും. ഇവരുടെ യൗവനകാലം സന്തോഷവും നിർവൃതിയും നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാഭ്യാസകാലം കഴിഞ്ഞ് അന്യദേശത്തേക്ക് പോകാനുള്ള സാധ്യതയും ഇവരിൽ കാണുന്നുണ്ട്. അതുവഴി വിജയസാധ്യതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും മനസ്സിനിണങ്ങിയ രീതിയിൽ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷം നിറഞ്ഞതായിരിക്കും. നല്ലൊരു പങ്കാളിയെ ലഭിക്കാനും സന്താനഭാഗ്യവും ഉണ്ട്. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അവർ അനുസരണയുള്ളവരും ബുദ്ധിമാന്മാരും മുതിർന്നവരോട് ബഹുമാനമുള്ളവരുമായിരിക്കും. ഇവരുടെ ആരോഗ്യകാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാർ അശ്വതി, കാർത്തിക, മകയിരം എന്നീ നാളുകാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ബിസിനസ്, വിവാഹം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് യോഗ വിദഗ്ധൻ, വൈദ്യശാസ്ത്ര വിദഗ്ധൻ, കൗൺസിലർ, ആത്മീയ ഗുരു, സന്യാസി, യോഗി, ദൈവിക പുരുഷൻ, ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, ഗവേഷകൻ, തത്വശാസ്ത്രജ്ഞൻ, കവി, എഴുത്തുകാരൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, ബിസിനസ്സുകാരൻ, സർക്കാർ ജീവനക്കാരൻ, ചരിത്രകാരൻ, സെക്യൂരിറ്റി ഗാർഡ് മുതലായവ. എല്ലാവർക്കും നന്മയും സമാധാനവും സമ്പദ് സമൃദ്ധിയുമുള്ള ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.